ഇച്ചായ പറഞ്ഞോ. ആ അവിടെ റേഞ്ച് ഇല്ല. ഹലോ ഹലോ ഹലോ. ആ എന്നാ വിശേഷം? വിശേഷം അങ്ങനെ വിശേഷമൊന്നുമില്ല. അവിടെ എന്താ വിശേഷം? ഇവിടെയോ? ആ ഇവിടെ ഇപ്പൊ എനിക്ക് ഭയങ്കര സുഖമാ. വീട് പണി എങ്ങനെ പോണു? ആ വീട് പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊന്ന് പറഞ്ഞാ രണ്ടുപേര് പണിക്കുള്ളത് കൊണ്ടേ നല്ല സുഖമാ ഇവിടെ എനിക്കും നിത്യമോക്കും. താഴെ പണിക്കന്റെ ബംഗാളി ഇപ്പൊ മേളിലാണോ പണിക്ക് തന്നെ? ആ രണ്ടു ബംഗാളികളെ പോലെ തന്നെ, കിരൺ മോനും ജീവൻ മോനും. അവന്മാര് ഭായിമാരായോ? ആ ഇപ്പൊ ഭായിമാരുടെ അവസ്ഥയാ. അവന്മാരെ തന്നെ വീട് പണിയും കൂടെ ഏൽപ്പിച്ചാലോന്ന് ഞാനങ്ങനെ ആലോചിക്കുക. അതിപ്പോ ലാഭമായല്ലോ, പൈസ കൊടുക്കുകയും വേണ്ട, ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അതെ അതെ, അത് കാരണം കൊണ്ട് ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി, സുഖം. അങ്ങനെയാണെങ്കിൽ ആയിട്ട് 2-3 പിള്ളേരെ കിട്ടുമെന്ന് നോക്ക്, വെറുതെ ഇരിക്കാലോ. ആ നേരെ ആലോചിക്കുന്നുണ്ട്. വേറെ മുറികളൊക്കെ ഉണ്ടല്ലോ, 2-3 പേരെ കൂടെ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ വട്ടച്ചെലവിനുള്ള കാര്യമൊക്കെ അങ്ങ് കിട്ടിപ്പോയേനെ. ഞാനേ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത അങ്ങോട്ട് വന്നാലോന്ന് ആലോചിക്കുന്നുണ്ട്. ഓ എന്നാ കാര്യത്തിനാ? അവിടെങ്ങാനും നിന്നുള്ള പണിയെങ്ങാനും ചെയ്യാൻ നോക്ക്. ഇങ്ങോട്ട് വന്നിട്ടും വലിയ വിശേഷമൊന്നും ഇല്ലല്ലോ, ഉള്ള റേഷൻ തീർക്കാന്നല്ലാതെ വേറെ എന്നാ കാര്യം? ആവർത്താനം പറയണേ. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വണ്ടിക്കൂലി കളയേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിക്കിച്ചായ, ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വീട് പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. എന്റെ ഒരു മനസ്സിലിരിപ്പ് എന്നാന്ന് വെച്ചാ, ആ കിരൺ മോൻ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്നതല്ലേ, ഡ്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നതല്ലേ, അവനെ കൊണ്ട് തന്നെ അങ്ങ് പെയിന്റ് പണിയും കൂടെ ചെയ്യിച്ചാലോ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുക. സ്കില്ലിന്റെ തന്നെ അല്ലല്ലോ, നമുക്ക് ഇച്ചിരി പൈസ ലാഭം ഉണ്ടല്ലോ. ആ എന്നാന്ന് വെച്ചാ കഴിക്ക്, ബംഗാളികൾ കൂടെ ഉള്ളതുകൊണ്ട് ചോറല്ലല്ലോ, ചപ്പാത്തിയും പരിപ്പും ആയിരിക്കുമല്ലോ. ആ എന്നാ പോയി കഴിക്ക്, ഡാല് കറിയും ചപ്പാത്തി. ഇവിടെ പിള്ളേര് നല്ല ബിരിയാണി ഏതാണ്ടാ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ആ കേട്ട അവിടെ കൊതിച്ചോണ്ടിരുന്നു, ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. ശരിയെന്നാ. ഇവിടെ എന്നാടി പരിപാടി? എന്താടാ നീ എന്തിനാ ഈ മുറിയിൽ ഒളിഞ്ഞു നോക്കിയത്? എടാ എന്നെ എടി പൊടിന്ന് വിളിക്കാൻ നീ ആരാടാ? ഞാൻ എടി പൊടിന്ന് വിളിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. നീ ഒളിഞ്ഞു നോക്കിയ എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒളിഞ്ഞു നോക്കാനോ? അതിനുള്ള മറുപടി പറ. നീ പോടാ അവിടെ, നിനക്ക് പ്രാന്താണ്. പ്രാന്ത് ആർക്കാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. കിരണ, എടാ നീ ഇപ്പൊ അവനെ എന്തിനാ വിളിക്കുന്നേ? അവനൂടെ അറിയണ്ട കാര്യങ്ങള്. എന്ത് കാര്യം അറിയാനാണ് നിനക്ക്? പോടാ അവിടുന്ന്. എടാ ഇവിടെ കൊടുക്കാനുള്ള പുതിയ നമ്മുടെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇവള്. എന്താ നീ ഇവിടെ? ഞാനിവിടെ. എടാ നിനക്ക് എന്താണ് ഇവൻ വല്ലതൊക്കെ വിളിച്ചു പറയുന്നതാണ്? നീ എന്തിനാ ഇവിടെ കിടന്ന് പറയുന്നത്? എടാ ക്ലാരാന്റെ വിളിക്കടാ, ക്ലാരാന്റെ വിളിക്ക്. എന്താ കാര്യം? എന്താ ക്ലാരാന്റെ വിളിക്ക്? അല്ല ഇപ്പൊ ക്ലാരാന്റെ എന്തിനാ? എടാ നീ ഉണ്ടല്ലോ എന്റെ പുറകെ എന്റെ എടി പൊടിന്നൊക്കെ വിളിച്ചോണ്ട് വന്നിട്ടല്ലോ, എന്റെ സ്വഭാവം മാറി. ഞാൻ കിരണ ഞാൻ പറഞ്ഞേക്കാട്ടോ. ഞങ്ങൾ ഇവിടെ അന്തസ്സായിട്ട് മാന്യമായിട്ട് ജീവിച്ചോണ്ടിരുന്ന ആൾക്കാരാ, നമ്മളെ ചെറുപ്പക്കാര്. ഞങ്ങൾ ഇതുവരെ ഒരു പേര് ദോഷം ഞങ്ങൾ ഇതുവരെ. എന്താ പ്രശ്നം? എന്തോ നിനക്ക് വേറെ ആരും കൂടിയിട്ടില്ലേ മറ്റേ വേതാളത്തിനെ പോലെ കൂടെ കൂട്ടാനായിട്ട്? അവളെ നിന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയെന്ന് ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾക്ക് അങ്ങനെ കടത്താൻ പറയാൻ പറ്റില്ല. നീ എന്തിനാ എന്റെ റൂമിൽ ഒളിഞ്ഞു നോക്കിയ? അയ്യടാ ഞാനെങ്ങ ഒളിഞ്ഞു നോക്കിയൊന്നുമില്ല, ഒന്ന് പോയടാ. നീ ഇവൻ പറഞ്ഞല്ലോ ഒളിഞ്ഞു നോക്കിയെന്ന്. ഞാൻ കണ്ടതാ. നീ എപ്പോഴാടാ വേണ്ടേ? പിന്നെ ആ വാതിലിന്റെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ വാതിലിനെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുവായിരുന്നു. അയ്യടാ ഞാൻ മാറാല തട്ടിയതാണ്. എവിടെ? വാതിൽ നടുക്ക് കീ ഹോൾ. ആ അതെ. ഒന്ന് പോയ. നീ എന്തിനാ നോക്കിയെന്ന് പറഞ്ഞേ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഞാൻ നിന്നെ എന്റെ മനസ്സിന്ന് വിട്ടതാണ്. വിട്ടേന്റെ പിന്നാലെ ഞാൻ പോവാറില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇനി വരണ്ട കേട്ടോ. അല്ല പിന്നെ എന്തിനാ ഒളിഞ്ഞു നോക്കിയത്? എടാ നിനക്കെന്താ ഇപ്പൊ ഞാൻ നോക്കിയ നിനക്കെന്താ പ്രശ്നം? അപ്പൊ നീ നോക്കിയിട്ടില്ല? ഞാൻ നോക്കിയിട്ടില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ. നീ വീഡിയോ കാണിച്ചു കൊടുത്തേ. ഇതിന്റെ അകത്ത വീഡിയോ ഞാൻ സഹിതം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നീ കള്ളത്തരം പറയുന്നത് എനിക്കറിയാം. നോക്ക്.
ആരടി ഇത്? അല്ല അത് ഞാൻ മാറാല തട്ടുമ്പോ അതിന്റെ ഇടയിൽ കൂടെ നീ പോയപ്പോ ഞാൻ നോക്കിയല്ലോ. എന്തിനാ നോക്കിയത്? ഇത് ആ അർത്ഥത്തിലുള്ള വോട്ടല്ല. ഏതർത്ഥത്തിലായാലും ഞങ്ങൾ 2 പുരുഷന്മാരും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ. ഞങ്ങൾക്ക് നോക്കി ഞങ്ങളത് ക്ലാരന്റിയോട് പറയും. ക്ലാരാന്റിയോട് എന്തിനാ പറയണേ? ആ ക്ലാരാന്റിയോട് പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു എടാ ഞാൻ ആ രീതിയിൽ നോക്കിയതല്ല, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ക്ലാരാന്റിയോട് ഒന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം. നീ എന്തിനാ ക്ലാരാന്റിനെ ഇതിലേക്ക് വലിച്ചിരിക്കണേ? ഇല്ല ഒരു കാര്യം ചെയ്യാം. സാധനം ഞങ്ങൾക്ക് വലുതാ. ഒരു കാര്യം ചെയ്യാം, ഒരു ഓപ്ഷൻ ഇവക്ക് കൊടുക്കാം. ഓക്കെ ആണോ? എന്ത് ഓപ്ഷൻ? ഒരു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇത് പറയത്തില്ല. ഓ പിന്നെ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എനിക്ക് ഇപ്പൊ നിങ്ങളുമായിട്ട് കോംപ്രമൈസിന് വേണ്ട കാര്യമില്ല. പോയടാ. വീഡിയോ കയ്യിലിരിക്കുന്നു, ചെയ്യാത്ത കാര്യം നീ മണ്ടിയാണോ മണ്ടിയായിട്ട് അഭിനയിക്കുവാണോ? കോംപ്രമൈസിന് തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ക്ലാരാന്റിയെ വിളിച്ച് ഈ കാര്യം വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തിരിക്കും. എടാ ഇതിനുണ്ടല്ലോ നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവനെ ഒന്നും ചെയ്യാൻ പോകുന്നു. കാണാം നമുക്ക്. പിന്നെ നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല. നിനക്ക് എന്നെ അറിയത്തില്ല. നിന്നെ എനിക്ക് അറിയാവേ. ഇതിൽ കൂടുതൽ ഒന്നും അറിയാൻ. നീ കോംപ്രമൈസ് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിക്കണം. എന്താന്ന് വെച്ചാ പറഞ്ഞു. ഇവിടെ ഞങ്ങള് ഭയങ്കര പട്ടിയെ പോലാണ് നിങ്ങൾ ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അതേപോലെ പണിയെടുക്കുന്നത്. അത് നമുക്ക് പാത്രം കഴിയും, തുണി അലക്കലും പരിപാടി അത് പകുതിയാക്കും. അയ്യടാ എന്നെ കൊണ്ടൊക്കെ പറ്റത്തൊന്നുമില്ല. ഇക്വാലിറ്റി ഇവിടെ വേണം. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. വീഡിയോ കാണിച്ചു കൊടുക്കുവേ. എന്താണ് ഇത്? ഞാൻ ചെയ്യാ എന്താന്ന് വെച്ചാ ചെയ്യാ. തുണി അലക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. തുണി മൊത്തം ഞാൻ അലക്കൊന്നുമില്ല, പകുതി ഇവൻ അലക്കും. പാത്രം ഇവൻ കഴിക്കോളും. അപ്പൊ നീ എന്നെ ഇവിടെ സൂഹിക്കാൻ വേണ്ടി ഞാൻ അല്ല 50% പകുതി ഉറപ്പിച്ചല്ലോ. തറ നീ തുടയ്ക്കുമല്ല. തുടക്കോടെ നീ അതിന്റെ ഇടയ്ക്കൂടെ നീ. അതെ ഞാൻ പകുതി ഒന്നും ചെയ്യില്ല, ഒരു ഭാഗം പണി ഞാൻ വേണം ചെയ്യാം. എടാ എന്തോ എന്നാ പകുതി പൊളിച്ച് തുണി അലക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത്ര ലാഭമാണ്. ഇവളെ നമുക്ക് ട്രാക്കിൽ കെട്ടണമെങ്കിൽ ശരിയാകത്തില്ല. ഇവിടെ കുറെ നാളായിട്ട്. അല്ല എന്നാന്നറിയോ, നമ്മള് ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരേപോലെ വരണം. അത് വാക്കിൽ മാത്രം പോരാ, നീ വേണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പട്ടിയുടെ അത് മാറിയിട്ടില്ല. പട്ടിയുടെ തീരെ ഞങ്ങളെ കൊണ്ട് തിരിച്ചോളാം. അങ്ങനെ തന്നെ വേണം. നിങ്ങൾക്കൊക്കെ ഇട്ടി ഇനി ഞാൻ എന്റെ പണി തരുന്നതേ ഉള്ളൂ. എടാ എന്താണോ ഒരു വീഡിയോ ഞങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, ചരട് ഞങ്ങളുടെ കയ്യിലായിരിക്കും. ശരി മുഴുവൻ പണി ഞാൻ എടുക്കാം. പോയൊന്ന് സമാധാനം തരും. മുഴുവനൊന്നും വേണ്ട, 50% പണി വരുമ്പോ നമ്മൾ വിളിക്കുവായിരിക്കും. മനസ്സറിവില്ലാത്തല്ല ഞങ്ങള്. ഒന്ന് പോയി തരുമോ? ബൈ. തുണികളൊക്കെ നിർത്തി കാണാം. പറയുമ്പോ വന്നേക്കണം. ഏത് നേരത്താണോ അവനെ ഒളിഞ്ഞു നോക്കാൻ തോന്നിയത്? ഇപ്പമാരിവിടെ കുക്ക് ചെയ്യണോ അതോ ബസ് സ്റ്റാൻഡ് പോലെ? ഇതെന്താ മോളെ? ഇത് ക്ലീനിങ്. അല്ല മോള് പണിയൊക്കെ എടുക്കുന്നത് എന്താ? അതെന്താന്നറിയോ, ഓഫീസിൽ നിന്ന് ഭയങ്കര പ്രഷറായിരുന്നേ. മോളെന്ന് വിളിച്ചിട്ട് ഭയങ്കര തെറിവിലായിരുന്നു. എനിക്കാണെങ്കിൽ ആകെ അപ്സെറ്റായി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാന്ന്. അങ്ങനെ ആകുമ്പോൾ സ്ട്രെസ്സൊക്കെ അങ്ങ് കുറയുമല്ലോ. അപ്പൊ പ്രഷർ വന്നാ പണിയെടുത്ത പ്രഷർ കുറയുമല്ലേ? പിന്നല്ലേ. ആന്റിക്ക് ഇതൊന്നും അറിയത്തില്ലേ? ഇല്ല, വെറുതെ പ്രഷർ കൂടിയപ്പോ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് 200 രൂപ കളഞ്ഞു. വല്ല കാര്യമുണ്ടോ ആന്റി? എന്നിട്ട് ആ മരുന്നും കൊണ്ടുവന്ന് കഴിക്കണം, കിഡ്നി അടിച്ചു പോകത്തില്ലേ? ഇനി പ്രഷർ വരുമ്പോ ഞാൻ ജോലി ചെയ്തോളാം. സെറ്റ്. ഞാൻ സഹായിക്കണോ മോളെ? സഹായിച്ചോ, പ്രഷറൊക്കെ കുറയുമല്ലോ. ചെയ്തോ. അയ്യോ ഞാൻ വെറുതെ ഒരു രസത്തിന് ചോദിച്ചതാ. ആന്റിക്ക് ഇപ്പൊ പ്രഷർ ഇല്ലല്ലോ, പ്രഷർ ഉള്ളപ്പോ ചെയ്തോളാം. ഇപ്പൊ മോക്കല്ലേ പ്രഷർ, മോള് ചെയ്തോ. ഷുഗറും കുറയും. ഷുഗർ ആന്റിക്ക് ഓൾറെഡി ഇല്ലല്ലോ. ആണല്ലേ? പ്രഷറും ഇപ്പൊ ഇല്ല, ഉള്ളപ്പോ ആന്റി ചെയ്യാം. ഇപ്പൊ മോക്കാ പ്രഷർ, അപ്പൊ മോളാ ചെയ്യേണ്ടത്. ശരി ആന്റി, ഞാൻ വെറുതെ ചോദിച്ചതാണേ. ശരി പൊക്കോ. ചെയ്തോ കണ്ടിന്യൂ. റെസ്റ്റ് എടുത്തോട്ടോ. ഓക്കെ. ഇന്നലെ ഉറങ്ങിയില്ല, ഭയങ്കര ചൂട്. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് വിസ കിട്ടാൻ എളുപ്പമാണോ? എത്ര രൂപ കൊടുക്കേണ്ടി വരും? അയ്യോ അത്രയും കൊടുക്കണം. വേണ്ട. പിന്നെ എന്താ എന്റെ ഫോൺ ഉണ്ടാ? നിന്റെ ഫോണും കാണുന്നില്ലേ? എന്റെ ഫോൺ കാണില്ല, ഞാൻ ഇവിടെ വെച്ചാണല്ലോ. നീ ആ അടുക്കള കലത്തിലോ കുടത്തിലോ മറ്റേ ഫ്രിഡ്ജിലോ ഒക്കെ പോയി നോക്കാം, അവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ അവിടെ ഒന്നും ഞാൻ വെച്ചില്ല, ഞാൻ ഇവിടെയാണ് വെച്ചത് ഫോൺ. എന്നാ അവിടെ പോയി നോക്കണം. ഇവിടെ അവിടെ കാണുന്നില്ല, നീ ഒന്ന് മിസ് കോൾ അടിച്ചു നോക്കിയോ? എടാ ഞാൻ ഇന്റർനാഷണൽ കോളിലാണ്, ഞാൻ പിന്നെ മിസ് കോൾ അടിക്കാം. നീ പോയെ. എന്ത് പാടാ, എനിക്ക് വീട്ടിലോട്ടൊന്ന് വിളിക്കാനുണ്ടാ. നീ ഒന്ന് ഒന്നാണ് ഇത് വലിയ കഷ്ടം. നീ ഒന്നുകൂടെ പോയി നോക്കിയാ, കട്ടിൽ അടിയിൽ പോയി നോക്കി. നീ ഇപ്പൊ എവിടുന്നാ വന്നേ? അടിയിലൊന്നും. നീ ഇപ്പൊ എവിടുന്നാ വന്നേ?
നീ ബാത്റൂമിൽ നിന്നല്ലോ ആ ബാത്റൂമിൽ പോയി നോക്കും. ഇല്ല, ബാത്റൂമിലോട്ട് ഞാൻ ഫോൺ കൊണ്ടുപോകാറില്ല. ആ എന്താ നീ ബാത്റൂമിൽ ഫോൺ കൊണ്ടാതെ? ബാത്റൂമിനകത്തിനാ ഫോൺ കൊണ്ടുപോകാം. ഒന്നും അറിയാത്ത പോലെ കള പോയി കൊണ്ട് പോടാ അപ്പുറത്ത്. അതല്ലടാ, ഒരു മിനിറ്റ് ഒന്ന് മിസ് കോൾ അടിച്ച് നോക്കടാ. ഒരു കാര്യം ചെയ്യടി, ഞാൻ ഞാൻ നോക്കട്ടെ. ഫോൺ കാണുന്നില്ല, മുമ്പേ എന്നെ സഹായിച്ചതാ. പക്ഷെ ഫോൺ എൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അതുപോലെ അവൻ്റെ ഫോൺ അവിടെ ഒന്നും ഉണ്ടാവും.